ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഏട്ടനുണ്ടായിരുന്നോ കൂടെ? ഒന്നിച്ചായിരുന്നോ? ഇല്ല, ഞാൻ തനിച്ച. എത്ര ഭംഗിയായിട്ടാ നീ എന്നോട് കള്ളം പറയുന്നേ. അപ്പൊ നീ എന്നെ ഒഴിവാക്കാൻ നോക്കുകയാണല്ലേ? എനിക്ക് അവിടെ ചെന്നിട്ട് ചെറിയമ്മേരെ സ്ഥലത്ത് പോവാനുണ്ട്. അതാ ഞാൻ തിരക്കുണ്ടെന്ന് പറഞ്ഞത്. ആ, ഞാൻ കൽപ്പനയ്ക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്. കൽപ്പനയെ കണ്ട് അത് തരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുമായിരുന്നു. വേണ്ട ഗൗതം, എന്തിനാ വെറുതെ അങ്ങനെ ഒരു ഗിഫ്റ്റ് ഒക്കെ? എന്നോടത് ചോദിക്കുന്നതിന് മുമ്പ് കുറച്ചു നാളൊന്ന് പിന്നിലേക്ക് സഞ്ചരിക്കണം. ഓർമ്മയുണ്ടോ, ഞാൻ മുംബൈയിലായിരുന്നപ്പോ എന്നോട് പ്രോമിസ് ചെയ്ത ഗിഫ്റ്റ് നാളെ തന്നെ കിട്ടണമെന്നും പറഞ്ഞ് മൊത്തം പ്രോഗ്രാമും ക്യാൻസൽ ചെയ്ത് ഞാൻ ഓടി വന്നത്? അന്ന് നീ എന്നോട് പറഞ്ഞത് എന്റെ ചെറുക്കനെ ഞാനൊന്ന് പരീക്ഷിച്ചതാണെന്നാണ്. ഈ ഭൂമിയിൽ ഗൗതം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നെയാണെന്ന് തിരിച്ചറിഞ്ഞു വന്നു. ഓർമ്മയുണ്ടോ ആ ദിവസം? ഗൗതം, ഞാനേ ഒരുപാട് കാലം സൂര്യ വഞ്ചിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ സൂര്യ എന്നെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. എനിക്കും സൂര്യയോടൊപ്പം നല്ലവളായൊരു പെണ്ണായി ജീവിക്കണമെന്ന് താല്പര്യമുണ്ട്. ഗൗതം, ഇനി നീ എന്നെ ശല്യപ്പെടുത്തരുത്. ഞാൻ വിളിക്കും. ഇത് കാലാകാലങ്ങളായിട്ട് നിങ്ങൾ പെണ്ണുങ്ങൾ കാണിച്ചു വരുന്ന അതിബുദ്ധിയാണ്. നിങ്ങൾക്കൊരാളെ വേണ്ടാന്ന് തോന്നിയാൽ വളരെ മാന്യമായി അവനെ ഒരു സ്ഥലത്ത് വിളിച്ചു വരുത്തിയിട്ട് കൊള്ളാവുന്ന 4 നെടുങ്കൻ വാചകങ്ങൾ പറഞ്ഞ് ഒടുവിൽ ഒരു ടാറ്റ. പക്ഷേ തെറ്റിപ്പോയല്ലോ കൽപ്പന. അത്രയും മനോബലമില്ലാത്ത കാമുകന്മാരുടെ കൂട്ടത്തില് ഗൗതമിനെ പെടുത്തിയത് വലിയ തെറ്റ്. ഗൗതം, എന്നോടൊപ്പം ജീവിക്കാൻ നീ വാക്ക് തന്നു. പക്ഷേ ഇപ്പോ നീ അത് മാറ്റി പറയുന്നു. ഓക്കെ, നീ ഏട്ടന്റെ കൂടെ ജീവിക്കുന്നതിന് ഞാൻ തടസ്സം പറയുന്നില്ല. പക്ഷേ എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ നിന്നെ എനിക്ക് കാണണം. ഗൗതം പ്ലീസ്. ഞാൻ വെറും ഒരു വിഡ്ഢിയല്ല. എന്നെ ഒരു പെണ്ണ് തോൽപ്പിച്ചു എന്ന് പറഞ്ഞാല് അതെനിക്ക് ഏറ്റവും വലിയ പരാജയം. കൃത്യമായിട്ടും ഇന്ന് രാത്രി ഞാൻ കണിമംഗലത്ത് വരും. ഗൗതം പ്ലീസ്, ഞാൻ നിന്റെ കാല് പിടിക്കാം, വരരുത്. കൽപ്പനയുടെ മുമ്പില് ചില വഴികളുണ്ട്. ഏട്ടനോട് പറയാം, വേണമെങ്കിൽ വരുണിന്റെ മുന്നിൽ കരയാം. അതിക്രമിച്ച് കിടക്കുന്ന എന്നെ അവര് കൈകാര്യം ചെയ്യും. പക്ഷെ അതിനപ്പുറത്തേക്ക് നിനക്കൊരു ജീവിതം ബാക്കിയുണ്ടാവില്ല. തകർത്ത് കളയും ഞാൻ. ഞാൻ വരും. ഇന്ന് രാത്രി ഞാൻ കണിമംഗലത്ത് വരും. എന്നെ നീ സ്വീകരിച്ചേ പറ്റൂ. ഗൗതം, സൂര്യ കണിമംഗലത്തുണ്ടാവും, അതുകൊണ്ട് വരരുത്. അങ്ങനെ ഒരു കള്ളം എന്റെ മുമ്പിൽ വിളമ്പണ്ട. നിങ്ങള് ഷോപ്പിങ്ങിന് ഇറങ്ങിയത് ഒരുമിച്ച്. നിന്നെ തനിച്ച് വീട്ടിലേക്ക് വിട്ടിട്ട് സൂര്യ പോയിരിക്കുന്നത് എസ്റ്റേറ്റിലേക്ക്. ഇത്രയും കാര്യങ്ങൾ എനിക്കറിയാമെങ്കിൽ നിന്നെ ഞാൻ എത്രത്തോളം ഫോളോ ചെയ്യുന്നുണ്ടെന്നറിയില്ല.